ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. കഴിഞ്ഞ ആയത്തുകളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ദുആക്കളായിരുന്നു നാം വിശദീകരിച്ചത്. തുടർന്നുള്ള ആയത്തുകളിൽ അല്ലാഹു തആല നിഷേധികളുടെ പരലോക അവസ്ഥയെപ്പറ്റി അറിയിച്ചിരുകയാണ്. وَلَا تَحْسَبَنَّ اللَّهَ غَافِلًا عَمَّا يَعْمَلُ الظَّالِمُونَ إِنَّمَا يُؤَخِّرُهُمْ لِيَوْمٍ تَشْخَصُ فِيهِ الْأَبْصَارُ. അക്രമികൾ പ്രവർത്തിക്കുന്നതിൽ നിന്നും അശ്രദ്ധനാണെന്ന് അള്ളാഹുവിനെക്കുറിച്ച് താങ്കൾ വിചാരിക്കരുത്. കണ്ണുകൾ തുറന്നു നോക്കുന്ന ഒരു ദിവസത്തേക്ക് അള്ളാഹു അവരെ പിന്തിപ്പിക്കുകയാണ്. മുഹ്തിഈന മുഖ്നിഈ റൂസിഹിം ലാ യർതദ്ദു ഇലൈഹിം തർഫുഹും വഅഫ്ഇദതുഹും ഹവാ. തല ഉയർത്തിപ്പിടിച്ച് അവർ അന്ന് ഓടുന്നവരായിരിക്കും. അവരുടെ കണ്ണുകൾ അവരിലേക്ക് മടങ്ങുന്നതല്ല, അവരുടെ മനസ്സുകൾ ശൂന്യമായിരിക്കും. ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധികളുടെ അവസ്ഥയെ അറിയിച്ചിരിക്കുകയാണ്. അഥവാ നിഷേധികളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന പാപങ്ങൾക്ക് ചിലപ്പോൾ അല്ലാഹു ഉടനെ ശിക്ഷ ഇറക്കിക്കൊള്ളണമെന്നില്ല. നേരെ മറിച്ച് അല്ലാഹു തആല അവർക്ക് ഏതാനും ചില സമയം അവധി നീട്ടിക്കൊടുക്കുന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപത്തിൽ മുഴുകിയ നിഷേധികളുടെ അവസ്ഥയെപ്പറ്റി അങ്ങനെ തന്നെയാണ് നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത്. കഴിഞ്ഞ പല സൂറത്തുകളിലൂടെയും നാം ആ കാര്യം മനസ്സിലാക്കിയതുമാണ്. പാപങ്ങൾ ചെയ്യുന്ന ആളുകൾ പാപത്തിൽ ലയിച്ചു പോകുന്നതും അവരാ പാപങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നതുമാണ്. അള്ളാഹു അവരെ പാപങ്ങൾ ചെയ്യുന്നവരായി അയച്ചു വിടുന്നതാണ്. അങ്ങനെ അവർക്ക് മരണം വരുന്ന സന്ദർഭത്തിലാണ് അവർ ചെയ്ത് തെറ്റായിപ്പോയി എന്ന കാര്യം അവർക്ക് ഓർമ്മ വരിക. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പാപികളെ ഉടനെ പിടികൂടാതെ അവരെ പാപം ചെയ്യുന്നവരായി അതിൽ സുഖിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നവരായി വിട്ടുകളയുന്നത് ഒരിക്കലും അള്ളാഹു അശ്രദ്ധനായതുകൊണ്ടല്ല, അവർ ചെയ്യുന്ന അക്രമങ്ങളും പ്രവൃത്തികളും അള്ളാഹുവിന് അറിവില്ലാത്തത് കൊണ്ടല്ല. നേരെ മറിച്ച് അള്ളാഹു തആല അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കുള്ള ശിക്ഷ മറ്റൊരു ദിവസത്തോട്ട് വേണ്ടി മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. ദുനിയാവിലെ ശിക്ഷ എന്നുള്ളത് പരലോകത്തെ ശിക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ ശിക്ഷയാണ്. ദുനിയാവിലെ അനുഗ്രഹങ്ങൾ സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമാണ്. ദുനിയാവിലെ അനുഗ്രഹങ്ങൾ സ്വർഗത്തിലെ അനുഗ്രഹങ്ങളുടെ സാമ്പിളുകൾ മാത്രമാണ്. ദുനിയാവിലെ ശിക്ഷകൾ പരലോക ശിക്ഷയുടെ സാമ്പിളുകൾ മാത്രമാണ്. യഥാർത്ഥമായി നരകീയ ശിക്ഷ, പരലോകത്തിലെ ശിക്ഷ എന്നുള്ളത് ഒരു മനുഷ്യനും ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. ചിന്തക്കപ്പുറമാണ് പരലോക ശിക്ഷ എന്നുള്ളത്. എപ്രകാരം സ്വർഗത്തെപ്പറ്റി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുണ്ടോ? സ്വർഗം ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു ചെവിയും കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യനും മനസ്സിൽ ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. അതുപോലെയാണ് നരകത്തിൻ്റെ അവസ്ഥയും ശിക്ഷകളുടെ അവസ്ഥയും. പരലോകത്തിലെ ശിക്ഷ എന്നുള്ളത് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതാണ്, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്തതാണ്, മനുഷ്യനെ ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ളതാണ് പരലോകത്തിലെ ശിക്ഷ എന്നുള്ളത്. അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ പരിശുദ്ധ ഖുർആനിൽ വിശദീകരിച്ചു എന്ന് മാത്രം. യഥാർത്ഥമായി അതിൻ്റെ കോലം എന്താണ്, അതിൻ്റെ ആഴം എന്താണെന്നുള്ളത് അള്ളാഹുവിന് മാത്രമാണ് അറിയുക. അതുകൊണ്ട് അങ്ങനെയുള്ള കഠിനമായ ശിക്ഷ അവർക്ക് നൽകാനായി അല്ലാഹു തആല അവരുടെ ശിക്ഷയെ പരലോകത്തോട്ട് മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും അള്ളാഹു അശ്രദ്ധനല്ല എന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. മനുഷ്യ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളെ പറ്റിയും വ്യക്തമായി അള്ളാഹു അറിയുന്നുണ്ട്. എത്ര ഇരുട്ടിൽ ചെയ്യുന്ന കാര്യത്തെപ്പറ്റിയും വ്യക്തമായി അള്ളാഹു അറിയുന്നുണ്ട്. ആ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ശക്തമായ ശിക്ഷ പരലോകത്ത് വെച്ച് അള്ളാഹു നൽകുന്നതുമാണെന്ന് ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് പരലോകത്തിൻ്റെ അവസ്ഥയെ അറിയിച്ചിരിക്കുകയാണ്. നിഷേധികൾ പരലോകത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നവരായിരിക്കും. അവർ വെപ്രാളം കൊണ്ട് കണ്ണുപോലും പൂട്ടാൻ അവർക്ക് സാധിക്കുന്നതല്ല. അവർ വെപ്രാളം കാരണമായി മനസ്സിൽ മറ്റൊന്നും ചിന്തിക്കാൻ സാധിക്കുന്നതല്ല, മറ്റൊരു ചിന്തയും അവർക്കുണ്ടാവുന്നതല്ല. അത്രയും ഭീകരമായ അവസ്ഥയിലായിരിക്കും. എന്തെങ്കിലും പേടിയുള്ള സന്ദർഭത്തിൽ അല്ലെങ്കിൽ വലിയ ഭീകരമായ അവസ്ഥകൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ മനുഷ്യന് മറ്റൊരു ചിന്തയും ഉണ്ടാവുന്നതല്ല. ആ ഒരു അവസ്ഥയെ പറ്റിയായിരിക്കും അവൻ്റെ മനസ്സിൽ ചിന്തയുണ്ടാവുക. മനുഷ്യൻ എന്തെങ്കിലും വലിയ ബുദ്ധിമുട്ടുകളും വലിയ പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ മറ്റെല്ലാ കാര്യങ്ങളും അവൻ മറന്നുപോകും. ആ ഒരു കാര്യമാണ് ഇവിടെയും അള്ളാഹു അറിയിക്കുന്നത്. പരലോകത്ത് അവൻ ലഭിക്കുന്ന ശിക്ഷകൾ കാണുമ്പോൾ
അവൻ ലഭിക്കാൻ പോകുന്ന മോശമായ അവസ്ഥയെപ്പറ്റി മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ബേജാറിൽ, അതിൻ്റെ വെപ്രാളത്തിൽ അവൻ മറ്റൊന്നും ചിന്തിക്കുന്നതല്ല. കണ്ണ് അടക്കാൻ പോലും അവൻ മറന്നു പോകുന്നതാണ്. അവൻ്റെ മനസ്സ് ശൂന്യമായി പോകും, അഥവാ മറ്റൊരു ചിന്തയും അവൻ ഉണ്ടാവുന്നതല്ല. അത്രയും വലിയ പ്രയാസമുള്ള, വെപ്രാളമുള്ള, ഭീതിയുള്ള അവസ്ഥയാണ് പരലോകത്തിൻ്റെ അവസ്ഥ. ആ ദിവസത്തിൽ അല്ലാഹു തആല ഈ പാപികളെ ശിക്ഷിക്കുന്നതാണെന്ന കാര്യം അല്ലാഹു തആല അറിയിക്കുകയാണ്. അതുകൊണ്ട് പാപങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നിർഭയമായിക്കൊണ്ട് ആരും പാപം ചെയ്യേണ്ട. അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്. പരലോകത്ത് വലിയ ശിക്ഷയും പരാജയവും ദുന്യാവിൽ വെച്ച് അള്ളാഹുവിനെ ധിക്കരിച്ചവർക്ക് ലഭിക്കുന്നതാണെന്ന കാര്യം ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുകയാണ്. തുടർന്നുള്ള ആയത്തുകളിലും അല്ലാഹു തആല നിഷേധികളുടെ അവസ്ഥയെ തന്നെയാണ് അറിയിക്കുന്നത്. وأنذر الناس يوم يأتيهم العذاب فيقول الذين ظلموا ربنا أخرنا إلى أجل قريب نجيب دعوتك ونتبع الرسل أولم تكونوا أقسمتم من قبل ما لكم من زوال. ശിക്ഷ വരുന്ന ഒരു ദിവസത്തെക്കുറിച്ച് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക. അപ്പോൾ അക്രമികൾ പറയും, ഞങ്ങളുടെ നാഥ, കുറഞ്ഞ സമയത്തേക്ക് ഞങ്ങളെ നീ പിന്തിക്കണമേ. നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകുകയും പ്രവാചകന്മാരെ ഞങ്ങൾ പിൻപറ്റുകയും ചെയ്യാം. നിങ്ങൾക്ക് ഒരു മാറ്റവും ഉണ്ടാകില്ലെന്ന് നിങ്ങൾ മുൻപ് ആണയിട്ടവരായിരുന്നല്ലോ. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധികൾ പരലോകത്തെത്തിക്കഴിഞ്ഞാലുള്ള അവസ്ഥ അറിയിച്ചിരിക്കുകയാണ്. നിഷേധികൾ ദുന്യാവിൽ നിഷേധം പ്രകടിപ്പിക്കുന്നു, പാപമായ കാര്യങ്ങൾ ചെയ്യുന്നു, അള്ളാഹുവിനെതിരെ പ്രവർത്തിക്കുന്നു, അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ചെയ്യുന്നു. അത് ചെയ്ത് ആ അവസ്ഥയിൽ മരണപ്പെടുന്നു. അങ്ങനെ പാപത്തിൻ്റെ അവസ്ഥയിൽ മരണപ്പെടുന്ന ആളുകൾ അവർ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും അവർക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷയെപ്പറ്റിയും വലിയ പരാജയത്തെപ്പറ്റിയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അവർ അള്ളാഹുവിനോട് പറയും, അള്ളാഹുവെ, നമുക്ക് അല്പസമയം നീ കൂട്ടി നൽകണം, അഥവാ ദുന്യാവിലോട്ട് ഞങ്ങളെ നീ കുറച്ച് കാലം കൂടിയും അയക്കണം. ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം നന്നാക്കിക്കൊള്ളാം. അള്ളാഹുവെ, നിൻ്റെ പ്രവാചകന്മാരെ ഞങ്ങൾ അനുസരിച്ചു കൊള്ളാം. ദയവ് ചെയ്ത് ഞങ്ങൾക്ക് അല്പസമയം കൂടി നൽകണമെന്ന് അവർ അള്ളാഹുവോട് ആവശ്യപ്പെടും. പക്ഷേ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അവർക്കൊരിക്കലും ഒരു അവസരവും നൽകപ്പെടുന്നതല്ല. ദുന്യാവിൽ അല്ലാഹു തആല അവസരം നൽകിക്കഴിഞ്ഞു. ആ നൽകിയ അവസരത്തിൽ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ചു. അതുകൊണ്ട് ഒരിക്കലും ഇനി രണ്ടാമതൊരു അവസരം നൽകപ്പെടുന്നതല്ല എന്ന് അവരോട് പറയപ്പെടുന്നതാണ്. ഈ അള്ളാഹു നൽകിയ അവസരം മുതലാക്കുകയും അതിൽ അള്ളാഹുവിനെ അനുസരിക്കുകയും ചെയ്തവർക്ക് പരലോകത്ത് ഉന്നതമായ വിജയം ലഭിക്കുന്നതുമാണ്. അതുകൊണ്ട് നിഷേധികൾ പരലോകത്തെത്തുമ്പോൾ മരണത്തിന് ശേഷം സത്യം മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. അവരെ ഒരിക്കലും അള്ളാഹു തിരിച്ച് അയക്കുന്നതല്ല. നേരെ മറിച്ച് സത്യം മനസ്സിലാക്കേണ്ടത് ഈ ജീവിച്ചിരിക്കുന്ന ദുന്യാവിൽ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ അറിയിക്കുകയാണ്. അതുകൊണ്ട് മരണത്തിന് മുമ്പായി ജീവിതം നന്നാക്കണം. മരണത്തിന് മുമ്പായി അള്ളാഹുവിനെ ആരാധിക്കുകയും നന്മയിൽ മുന്നേറുകയും ചെയ്യണം. മരണത്തിന് ശേഷം അതിനെപ്പറ്റി ആലോചിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഒരിക്കലും ഒരു അവസരവും അവർക്ക് നൽകപ്പെടുന്നതല്ല എന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു തആല അറിയിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു തആല അവരെ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുന്നതാണ്, നിങ്ങളല്ലേ ദുന്യാവിൽ വെച്ച് നിങ്ങൾക്ക് ദുന്യാവിലുള്ള അവസ്ഥ തന്നെയായിരിക്കും എപ്പോഴും ഉണ്ടാവുക എന്ന് വാദിച്ചുകൊണ്ടിരുന്നവർ, അഥവാ നിഷേധികളായ ആളുകൾ. അവർ പാപങ്ങൾ ചെയ്യുമ്പോഴും അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് കാണുമ്പോൾ എപ്പോഴും ഞങ്ങൾ അനുഗ്രഹത്തിനായിരിക്കും, പാപങ്ങൾ ചെയ്താൽ കുഴപ്പമില്ല എന്നെല്ലാം അഹങ്കാരത്തോടു കൂടി പറഞ്ഞവരാണ്. ദുന്യാവിലെ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. ഒരിക്കലും ഇങ്ങനെ അള്ളാഹുവിനനുസരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാമെന്ന് അഹങ്കാരത്തോടു കൂടി നിങ്ങൾ പറഞ്ഞവരാണ്. ആ പറയുന്ന സന്ദർഭത്തിൽ ഇങ്ങനെയൊരു ദിവസത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അവസരം കഴിഞ്ഞു. ഇനിയൊരിക്കലും നിങ്ങൾക്ക് നന്നാവാൻ അവസരം ലഭിക്കുന്നതല്ല. അല്ലാഹു തആല മരണത്തിന് മുമ്പ് വരെ നിങ്ങളുടെ തൗബ സ്വീകരിക്കുമായിരുന്നു. ആ സമയത്ത് നിങ്ങൾ പശ്ചാത്തപിച്ചില്ല, ആ സമയത്ത് നിങ്ങൾ നന്നാവാൻ തയ്യാറായില്ല. അതുകൊണ്ട് മരണത്തിന് ശേഷം ഒരിക്കലും നിങ്ങൾക്ക് രണ്ടാമതൊരു അവസരം ലഭിക്കുന്നതല്ല എന്ന് അവരോട് പറയപ്പെടുന്നതാണ്.
ചുരുക്കി പറയുകയാണെങ്കിൽ പരലോകത്ത് നിഷേധികളുടെ അവസ്ഥ വളരെ മോശമായിരിക്കും. ദുനിയാവിൽ അള്ളാഹു നൽകിയ അല്പകാല ജീവിതം, ആ ജീവിതത്തെ അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിലാക്കി തീർക്കുക അവർക്ക് ഇരുലോകത്തും വിജയം ലഭിക്കുന്നതാണ്. അല്ലാത്ത പക്ഷം വലിയ പരാജയത്തിലായിരിക്കുമെന്ന കാര്യം ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ്. അതുകൊണ്ട് ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. ഓരോ കാര്യം ചെയ്യുമ്പോഴും എൻ്റെ നിബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മാതൃകയിൽ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കണം. അപ്പോഴാണ് അവർക്ക് പരലോകം എളുപ്പമായി തീരുക എന്ന് ഈ ആയത്തുകളിലൂടെ നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. തുടർന്നുള്ള ആയത്തുകളിലും അല്ലാഹു തആല ഇതേ കാര്യം തന്നെയാണ് വിശദീകരിക്കുന്നത്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.